നമസ്കാരം. വിഷുഫലം. വിഷുഫലത്തിൽ അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള ചെറിയ രീതിയിലുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇവിടെ നമ്മുടെ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ നടക്കുന്ന ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ പേരും നക്ഷത്രവും നിങ്ങളുടെ വിഷയം എന്താണ്, ഇപ്പോൾ പഠിക്കുന്നതിലാണോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടാണ്, പരീക്ഷ വിജയിക്കാൻ സാധിക്കുന്നില്ല, കുടുംബ പ്രശ്നമാണ്, കല്യാണത്തിൻ്റെ പ്രശ്നങ്ങളാണ്, സാമ്പത്തിക പ്രശ്നമാണ്, എന്തായാലും അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. പേര്, നക്ഷത്രം, നിങ്ങളുടെ വിഷയം എന്താണെന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മാസം തോറും നടക്കുന്ന എല്ലാ പൂജയിലും നിങ്ങളുടെ പേരെന്നാണ് ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും അതിൽ നിന്നും ഒരു ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്കൊരു മാറ്റവും ഒരു ആശ്വാസവും ലഭിക്കുക തന്നെ ചെയ്യും. അതുതന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായി തീരുന്നത്. ഈ വിഷുഫലത്തിൽ നമ്മുടെ ഔട്ടം നക്ഷത്രക്കാർക്ക് പറയുമ്പോൾ ഉണ്ടാകുന്ന ഈ ഗുണഫലങ്ങൾക്ക് പകരം ദോഷഫലങ്ങളാണ് കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ഗുണഫലങ്ങളും ആ ഭാഗ്യ അനുഭവങ്ങളും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളുടെ ജാതകമൊന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ചതിന് ശേഷം ഇപ്പോഴത്തെ നിങ്ങളുടെ ദിശ അപഹാരം മനസ്സിലാക്കി അതിനുള്ള പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാനും ദോഷങ്ങൾ കുറയുകയും ചെയ്യും. നിങ്ങൾ ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. വോയിസ് മെസ്സേജായിട്ട് തന്നെ മറുപടി നൽകുന്നതായിരിക്കും. നിങ്ങൾ ഔട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ നിങ്ങളുടെ ബന്ധുജന സഹായം കുറയുവാൻ സാധ്യത വളരെ കൂടുതലാണ്. സഹോദരങ്ങളിൽ നിന്നോ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ എല്ലാം സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ഒരു വിഷയം വരുമ്പോൾ കൂടെ ഉണ്ടാകും, ധൈര്യമായിട്ട് നിന്നുകൊള്ളൂ എന്ന് പറഞ്ഞ വ്യക്തികൾ ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോവുകയും നിങ്ങളോട് ഒരു അടുപ്പമില്ലാത്തതുപോലെ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ സാമ്പത്തികം ഇപ്പോൾ കയ്യിലില്ല എന്ന് പറയും. ഇങ്ങനെയെല്ലാം ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ബന്ധുക്കളിൽ നിന്നുള്ള ഗുണപരമായ അനുഭവങ്ങൾ കുറയുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അധികം ധനം ചിലവാക്കേണ്ടി വരുന്ന ഒരു വർഷം തന്നെയാണ്. പ്രതീക്ഷിക്കുന്നതിലും കൂടുതലും സന്താനങ്ങൾക്ക് വേണ്ടി ധനം ചിലവാക്കാൻ ഈ ഒരു വർഷത്തിൽ കഴിയുന്നു. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും ബഹുമാനങ്ങളും നല്ല രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും അവർക്ക് അതിൻ്റേതായ അവസരങ്ങളും ലഭിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. അനാവശ്യമായ ചിന്തകളിൽ മനസ്സിൽ വന്നു നിറയുന്ന ഒരു വർഷക്കാലം തന്നെയാണ്. മനസ്സിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാണെന്ന് കരുതി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വലിയ വലിയ അബദ്ധങ്ങൾ പോയി ചാടുവാൻ സാധ്യതയുണ്ട്. മുതിർന്ന വ്യക്തികളോ അല്ലെങ്കിൽ നമ്മളൊരു വിഷയത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ആ വിഷയത്തിൽ പ്രവൃത്തി പരിചയമുള്ള ആൾക്കാരെടുത്തോ നിങ്ങൾ അവരുടെ ഉപദേശം സ്വീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങുന്ന ഏത് മേഖലയിലും നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കും. പ്രവർത്തന രംഗത്തെ അത് ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടുന്നതിന് വേണ്ടി നിങ്ങളുടെ ഇഷ്ടദേവതയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. അത് വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ പഠിക്കുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പുരോഗതിയിൽ വരണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് നേട്ടമുണ്ടാകണമെങ്കിലോ നിത്യവും ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരമായി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും നിങ്ങളുടെ ഇഷ്ടദേവതയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പൈതൃക സ്വത്ത് അനുഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. പിതൃക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നാൽ ലഭിക്കാതെ നമ്മുടെ കയ്യിൽ നിന്നും മാറി നിന്ന സ്വത്തുക്കൾ നമ്മുടെ കയ്യിൽ വരികയും അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ആദായം ലഭിക്കുവാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ആഗ്രഹിച്ച ഭക്ഷണങ്ങൾ ലഭിക്കാതെ വരുന്നൊരു സമയമാണ്. ഇതിൽ പറയുമ്പോൾ പലരും പറയാറുണ്ട്, ഇതൊക്കെ ഒരു കാര്യമാണോ, നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നതിനെ ലഭിക്കുന്നില്ലേ? അപ്പോൾ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്നു എന്ന് പറയും. എന്നാൽ പലർക്കും അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കുവാൻ സാധിക്കാതെ വിഷമിച്ച് കഴിയുന്ന വ്യക്തികളുണ്ട്. അവർക്ക് അവരാഗ്രഹിച്ച രീതിയിലുള്ള വസ്ത്രങ്ങളും ഭക്ഷണവും അവരാഗ്രഹിച്ച രീതിയിലുള്ള താമസവും എല്ലാം ലഭിക്കുന്നത് തന്നെയാണ്
ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നവും അവരുടെ സ്വർഗവുമായി അവർ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു നേരമെങ്കിലും അവർ ആഗ്രഹിച്ച രീതിയിലുള്ള ഭക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെയുള്ളൊരു സന്തോഷങ്ങൾ ഈ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ആരോഗ്യപരമായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, കൂടുതലും പല്ല് സംബന്ധമായ അസുഖങ്ങൾ, പല്ലിനോ അല്ലെങ്കിൽ എല്ല് സംബന്ധമായ ഈ ജോയിൻറ്റ് പെയിനുകൾ, ബാക്ക് പെയിൻ എന്നിങ്ങനെയുള്ള പെയിനുകൾ ഉണ്ടാകാനും, അതുമാത്രമല്ല ചെറിയ രീതിയിലുള്ള വാഹന അപകടങ്ങൾക്ക് വരെ സാധ്യതയുണ്ട്. അങ്ങനെ അപകടം സംഭവിച്ചാൽ നിങ്ങൾക്ക് പല്ലിനോ അല്ലെങ്കിൽ എല്ലിനോ കേടുപാടുകൾ വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. നിങ്ങൾ വാഹനം ഓടിക്കുന്ന വ്യക്തികൾ കൃത്യമായും അതിൻ്റെ നിയമങ്ങൾ പാലിച്ച് തന്നെ മുന്നോട്ട് പോകുക. ഉന്നത വിദ്യാഭ്യാസത്തിന് അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും. വിദേശ രാജ്യങ്ങളിൽ തന്നെ പോകേണ്ടി വരും. അവിടെ നിന്ന് ജോലി ലഭിക്കുവാനും അല്ലെങ്കിൽ അതിൽ സെറ്റിലാവാനും നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നേട്ടമുണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു വർഷകാലഘട്ടം. കൂടാതെ നിങ്ങൾക്ക് ആഡംബര ജീവിതത്തിന് വേണ്ടി ഒരുപാട് ധനം ചിലവാകുന്നതായി കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധയിൽപ്പെടുത്തുക. വളരെ ശ്രദ്ധയോടുകൂടി അതിനെ നിങ്ങൾ തന്നെ സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്നിടത്ത് നിന്നും നിങ്ങൾക്ക് ജീവിത ഒരു സേവിങ്സ് ലഭിക്കാതെ വരികയും നിങ്ങളുടെ കയ്യിലെ ധനം മുഴുവനും ആഡംബര ജീവിതത്തിന് വേണ്ടി തീരുകയും ചെയ്യുന്നതാണ്. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാൻ സാധിക്കുന്ന നക്ഷത്രമാണ് ഈ ഒരു വർഷം. നിങ്ങൾ എടുക്കുന്ന പരീക്ഷയിലെല്ലാം നിങ്ങൾക്ക് വൻ വിജയങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കൂടാതെ ചെറിയ രീതിയിലുള്ള ഒരു ലോട്ടറി ഭാഗ്യമോ അല്ലെങ്കിൽ ഒരു നറുക്കെടുപ്പിൽ നിങ്ങളുടെ പേര് വരികയോ അങ്ങനെയുള്ള ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ വളരെ അധികം സൂക്ഷിക്കുക. കാരണം നിങ്ങൾ ഒരാളിനെ പോലും കടമായി കൊടുക്കരുത്. അവരെ സഹായിക്കാം, തിരികെ കിട്ടിയില്ല എന്ന് കരുതി സഹായിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ കടമായി കൊടുത്തു കഴിഞ്ഞാൽ ഈ പണം ഒരിക്കലും നിങ്ങൾക്ക് തിരികെ കിട്ടുകയില്ല. കടം കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് വാങ്ങിച്ച് നിങ്ങൾ ഇടപെട്ട് കൊടുക്കുകയോ ചെയ്യുവാൻ പാടില്ല. മാത്രമല്ല നിങ്ങൾ ഒരു വ്യക്തിയുടെ ജാമ്യം നിൽക്കുകയോ അവരെ സഹായിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ കടം വീട്ടേണ്ടി വരുന്നു. അവസാനം ആ വ്യക്തി വീട്ടുന്നില്ല, നിങ്ങൾ വീട്ടേണ്ടി വരികയും നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി അത് നിയമപരമായി പാലിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ വളരെ വലിയൊരു കുഴിക്കകത്ത് നിങ്ങൾ പോയി അകപ്പെടാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. ഗൃഹനിർമ്മാണത്തിന് ചിലവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വീട് പണിയുന്നവർക്കോ അല്ലെങ്കിൽ വസ്തു വാങ്ങുന്നവർക്കോ അവരുടെ അധിക പണം നൽകി വാങ്ങുവാൻ സാധ്യതയുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ ഗൃഹോപകരണങ്ങൾ കേടുപാട് സംഭവിക്കുക, പെട്ടെന്ന് അതിനുവേണ്ടി ധനം ചിലവാക്കുക, വീടൊന്ന് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി പണം ചിലവാക്കുക, പുതിയ വാഹനം വാങ്ങുന്നതിന് വേണ്ടി പണം ചിലവാക്കുക, അല്ലെങ്കിൽ പഴയ വാഹനം മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് വേണ്ടി പണം ചിലവാക്കുക. അങ്ങനെയെല്ലാം ചിലവുകൾ വളരെ കൂടുതലായി കാണുന്ന സമയമാണ്. സുഹൃത്തുക്കളിൽ നിന്നും ഗുണപരമായ ഒരു അഭിപ്രായം അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സഹായം എല്ലാം പ്രതീക്ഷിക്കാം. അവരിൽ നിന്നുള്ള സഹായം ഉണ്ടാകുകയും ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ്. ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണപരമായ അനുഭവങ്ങൾ വർദ്ധിക്കുവാനും ദോഷകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ നിന്ന് കുറയുവാനും വേണ്ടി നിങ്ങൾക്ക് ദുർഗാ ദേവി ക്ഷേത്ര ദർശനം നടത്തുകയും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, പുഷ്പാഞ്ജലി നടത്തുക, വഴിപാട് നടത്തുക, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നേട്ടങ്ങളും വിജയങ്ങളും നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും.